തന്റെ ഹൈബർനേഷൻ യന്ത്രത്തിൽ 90 വർഷം ഉറങ്ങാനായി ഒരു മനുഷ്യൻ സന്തോഷത്തോടെ അതിലേക്ക് കയറി. ഉണരുമ്പോൾ താനൊരു പുതിയ ലോകത്തിലായിരിക്കും എന്ന് അയാൾ ചിന്തിച്ചു. എന്നാൽ സുഖമായി കിടന്നയുടനെ അയാൾക്കെന്തോ ഒരു അസ്വാഭാവികത തോന്നി. യന്ത്രത്തിന് തകരാർ സംഭവിച്ചതുപോലെ. അയാൾ വേഗം പുറത്തുവരാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ ജാമായി. ഒരുപാട് പ്രയത്നങ്ങൾക്ക് ശേഷം അയാൾ എങ്ങനെയോ പുറത്തുവന്നു. അയാൾ ഭയക്കാൻ തുടങ്ങി. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? ആളുകൾ നേരത്തെ ഉണരുന്നുണ്ടെന്ന് ക്യാപ്റ്റനെ ഉണർത്തിപ്പറയാനായി അയാൾ കമാൻഡ് സെന്ററിലേക്ക് ഓട്ടി. അയാൾ പല ഉപകരണങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ ക്യാപ്റ്റന്റെ വാതിൽ തുറന്നില്ല. ഇനി അയാൾക്ക് ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂമിയിലേക്ക് ഉടൻ സഹായ സന്ദേശം അയക്കണം. പക്ഷേ കപ്പലും ഭൂമിയും തമ്മിലുള്ള ദൂരം വളരെ വലുതായതുകൊണ്ട് സന്ദേശം അവിടെ എത്താൻ 19 വർഷമെടുക്കും. മറുപടി വരാൻ 36 വർഷവും. അതായത് ഈ മുഴുവൻ പ്രക്രിയയ്ക്കും 55 വർഷം വേണ്ടിവരും. അത്രയും കാലം കാത്തിരിക്കുന്നത് അസാധ്യമായിരുന്നു. നിരാശനായ അയാൾ സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഉപേക്ഷിച്ചു. ഇനി അയാൾ ഏകാന്തതയിൽ വിഷമിച്ച് കപ്പലിലുടനീളം അലഞ്ഞു നടന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കപ്പലിൽ മറ്റൊരാൾ കൂടിയുണ്ടെന്ന് അയാൾക്ക് തോന്നി. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഒരുപക്ഷെ താൻ തനിച്ചല്ലായിരിക്കാം. അയാൾ വേഗത്തിൽ അവൾക്കടുത്തേക്ക് നീങ്ങി. പക്ഷേ അടുത്തെത്തിയപ്പോൾ അതൊരു റോബോട്ടാണെന്ന് മനസ്സിലാക്കി. ഇനി അവന്റെ ദൈനംദിന ജീവിതം ഒരേ മുറിയിലും ഒരേ ഭക്ഷണം കഴിക്കുന്നതിലും ഒതുങ്ങി. അങ്ങനെ പല വർഷങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് ഒരു ദിവസം ഹൈബർനേഷൻ യന്ത്രത്തിൽ അതിസുന്ദരിയും ഗാഠനിദ്രയിലുമായിരുന്ന ഒരു പെൺകുട്ടിയെ അയാൾ കാണുന്നത്. ശരിയല്ലാത്ത ഒരു തീരുമാനമാണ് അയാൾ എടുത്തത്. സമയത്തിനു മുമ്പേ അവളെ ഉണർത്താൻ പോകുകയായിരുന്നു അയാൾ. തന്റെ ടൂൾ കിറ്റ് ഉപയോഗിച്ച് അയാൾ യന്ത്രത്തിൽ ഇടപെടുകയും ഓറോറയെ ഉണർത്തുകയും ചെയ്തു. ഇപ്പോൾ കപ്പലിൽ അവർ രണ്ടുപേർ മാത്രമായതിനാൽ അവർ പതിയെ അടുക്കാൻ തുടങ്ങി. ഓറോറയുടെ ജന്മദിനത്തിന് ഒരു റോബോട്ട് വെയിറ്ററുടെ സഹായത്തോടെ ജിം അവൾക്കായി ഒരു പാർട്ടി നടത്തി. എല്ലാം വളരെ നന്നായി നടന്നു. ഓറോറ പറഞ്ഞു, ഇനി നമ്മൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഉണ്ടാകരുത്. അപ്പോൾ ആർത്തർ എന്ന റോബോട്ട് സത്യത്തെക്കുറിച്ച് ഓറോറയ്ക്ക് അറിയില്ലല്ലോ എന്ന് ചിന്തിച്ചു. ആ നിമിഷം അയാൾ മുഴുവൻ സത്യവും വെളിപ്പെടുത്തി. ജിം സ്വന്തം നേട്ടത്തിനായി അവളെ ഉണർത്തിയതാണെന്ന്. ജിം അവളോട് വിവാഹാഭ്യർത്ഥന നടത്താൻ ഒരു മോതിരം പുറത്തെടുത്തു. പക്ഷേ സത്യം കേട്ട ഓറോറ ഞെട്ടിപ്പോയി. തന്റെ ഏകാന്തതയ്ക്ക് വേണ്ടി ജിം തന്റെ ജീവിതം മുഴുവൻ കവർന്നെടുത്തതായി അവൾക്ക് തോന്നി. ഇപ്പോൾ ഓറോറയ്ക്ക് വലിയ ദേഷ്യമാണ്. അവൾ ജിമ്മിനോട് സംസാരിക്കുന്നത് നിർത്തി. അതിനിടയിൽ കപ്പലിൽ ഒരു ഗുരുതരമായ സാങ്കേതിക തകരാർ സംഭവിച്ചു. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടാം. ജിമ്മിന് കപ്പലിന് പുറത്തുപോയി സിസ്റ്റം ശരിയാക്കേണ്ടി വന്നു. അയാൾക്ക് കഠിനമായ ചൂടും അപകടവും നേരിടേണ്ടി വന്നു. ഓറോറ യന്ത്രത്തിന്റെ കൈപ്പിടി കൃത്യസമയത്ത് വലിച്ചു. പക്ഷേ ജിം ബഹിരാകാശത്തേക്ക് വീണു. അവന്റെ സുരക്ഷാ കയർ പൊട്ടി. കയറുപയോഗിച്ച് അവനെ പുറത്തെടുക്കാൻ ഓറോറ പരമാവധി ശ്രമിച്ചു. പക്ഷേ ജിമ്മിന്റെ ശരീരത്തിൽ ചലനമൊന്നുമുണ്ടായില്ല. ക്യാപ്റ്റന്റെ അതോറിറ്റി വാച്ച് ഉപയോഗിച്ച് അവൾ എല്ലാ പ്രഥമശുശ്രൂഷാ സംവിധാനങ്ങളും വേഗത്തിലോണാക്കി. ഒടുവിൽ ജിമ്മിന്റെ ജീവൻ രക്ഷപ്പെട്ടു. ഇനി കപ്പലിൽ ഒരൊറ്റ യന്ത്രം മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ഒരാൾക്ക് വീണ്ടും 90 വർഷം ഉറങ്ങാൻ കഴിയും. ജിം ഓറോറയോട് പറഞ്ഞു, നീ ഉറങ്ങിക്കോളൂ, ഞാൻ ഉണർന്നിരിക്കാം. അയാൾ പറഞ്ഞു, എന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കു വേണ്ടിയാണ് ഞാൻ നിന്നെ ഉണർത്തിയത്. പക്ഷേ ഇപ്പോൾ എന്റെ തെറ്റ് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തീരുമാനം ഓറോറയുടെ കൈകളിലാണ്. കുറച്ചുനേരം ആലോചിച്ച ശേഷം ഓറോറ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കണം. അപ്പോൾ ജിം വീണ്ടും അവളെ വിവാഹത്തിനായി ക്ഷണിച്ചു. ഇത്തവണ ഓറോറ ചിരിയോടെ അതെ എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും കപ്പലിൽ ഒരുമിച്ച് ജീവിതം മുഴുവൻ ചെലവഴിച്ചു. 88 വർഷത്തിനുശേഷം കപ്പൽ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ മറ്റെല്ലാവരും ഉറക്കമുണർന്ന് സെൻട്രൽ ഹാളിലെത്തിയപ്പോൾ അവർക്ക് മുന്നിലുള്ള കാഴ്ച അതിശയിപ്പിക്കുന്നതായിരുന്നു. കപ്പൽ മുഴുവൻ ഇപ്പോൾ ഒരു മനോഹരമായ പച്ചത്തോട്ടമായി മാറിയിരിക്കുന്നു. ജിമ്മും ഓറോറയും അവിടെ തങ്ങളുടെ വീടുണ്ടാക്കി. ഇരുവരും എപ്പോഴും പരസ്പരം താങ്ങും തണലുമായിരുന്നു. അവർ പിന്നീട് വന്ന യാത്രക്കാർക്ക് ഒരു സന്ദേശം നൽകി. ജീവിതത്തിൽ പിന്തുണ നൽകാൻ ഒരു ജീവിത പങ്കാളി കൂടെയുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും എവിടെയും നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയും. ദുഃഖത്തിലും സന്തോഷത്തിലും നിങ്ങളെ പിന്തുണയ്ക്കുന്നൊരു പങ്കാളി നിങ്ങൾക്കുമുണ്ടോ?